അങ്ങനെ നമ്മുടെ അഞ്ജന അജയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും കൂട്ടുകൊണ്ട് വായിലേക്ക് വെക്കാൻ പറ്റില്ല എരിച്ചിട്ട്. എന്തായാലും നമ്മുടെ അജയ് പറയുന്നത് ഇനി വെച്ച ആളൊന്ന് കൂട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജനയ്ക്ക് തോനെ വിളമ്പി കൊടുക്കുന്നുണ്ട്. നമ്മുടെ അഞ്ജനയ്ക്കാണെങ്കിൽ അത് ഒട്ടും കഴിക്കാൻ പറ്റില്ല, എരിച്ചിട്ട് വായിലേക്കാണെങ്കിൽ വെക്കാൻ പറ്റില്ല. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഭൂമിക്ക് ഇങ്ങനെ അലമാരകളിൽ നിന്ന് ഓരോന്ന് തരയണ സമയത്ത് അവളുടെ അച്ഛൻ എഴുതിയ കത്ത് താഴത്തേക്ക് വീഴുന്നുണ്ട്. അത് വായിച്ച് നോക്കുന്ന സമയത്ത് അച്ഛന് മുൻകൂട്ടി അറിയായിരുന്നു അച്ഛൻ ആരോ കൊല്ലുന്നത്. എന്തായാലും നമ്മുടെ ഭൂമി വേഗം നമ്മുടെ അജയിനെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ അച്ഛൻ എഴുതിയ ഒരു കത്ത് അവളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അജയ് ആണെങ്കിൽ എല്ലാവരും കൂടി വർത്തമാനം പറയുന്ന സമയത്താണ് നമ്മുടെ ഭൂമി വിളിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഭവാനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭവാനി നമ്മുടെ അഞ്ജനോട് പറയുന്നുണ്ട് ഒരു വിധത്തിലും നമ്മളിപ്പോൾ അജയിനെ അവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ല, കാരണം ഭൂമി ആ കത്തും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ പ്രശ്നത്തിൽ പെടുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജന പറയുന്നുണ്ട് ഞാൻ എന്തായാലും അജയിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കില്ല, അവൻ അങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ ശവത്ത് കടന്നിട്ടേ പോകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അജയ് ആണെങ്കിൽ തട്ടി മാറ്റിയിട്ട് അഞ്ജനേനെ തട്ടി മാറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അഞ്ജന വേണിച്ചിട്ട് സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് അപകടം പറ്റിയിട്ട് ഭവാനിയാണെങ്കിൽ ആകെ പേടിച്ച് വരയ്ക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭൂമി പോലീസ് സ്റ്റേഷനിലേക്ക് ആ കത്തും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭവാനി ഗുണ്ടകളോട് വിളിച്ച് പറയുന്നുണ്ട് അവൾ ഒരിക്കലും ആ കത്തും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തരുത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭൂമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭവാനി ആൾക്കാരെ ഏൽപ്പിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്.